എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമല്ലേ? എല്ലാം ശരിയാകും. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ടെൻഷനും വേണ്ട, സുഖമായിട്ടിരിക്കുക. ഇനി മുതൽ ഒരു 3 ദിവസം കൂടുമ്പോഴെങ്കിലും സ്റ്റോറി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. നേരെ കഥയിലേക്ക് കടന്നാലോ? കഥയുടെ തുടക്കത്തിൽ തന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഇപ്പോൾ സമാധാനത്തിലാണ് കടന്നു പോകുന്നത്. സെൻറ് മേരി മീഡിലെ എൻ്റെ ചെറിയ വീട്, പൂന്തോട്ടത്തിലെ ചെടികൾ, രാവിലത്തെ ചായ, പഴയ പത്രങ്ങൾ, ഇതൊക്കെയാണ് എൻ്റെ ലോകം. ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഞാനിപ്പോൾ അധികമൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അന്ന് തപാൽക്കാരൻ എൻ്റെ കയ്യിൽ കട്ടിയുള്ളൊരു കവർ തന്നപ്പോൾ ഏതോ പഴയ ഓർമ്മകൾ വീണ്ടും എൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നി. കവറിന് പുറത്ത് റാഫേൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് എഴുതിയിരുന്നു. ആ പേര് കണ്ടപ്പോൾ എൻ്റെ മനസ്സൊരു നിമിഷം നിശ്ചലമായി. ശ്രീ ജേസൺ റാഫേൽ, അതെ, വിചിത്രവും കണിശവുമായ സ്വഭാവമുള്ള വ്യക്തി. സെൻറ് ലൂയിസിലെ ഹോട്ടലിൽ വെച്ച് ഞാനൊരിക്കൽ കണ്ടുമുട്ടിയ ആൾ. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ രോഗബാധയിലായിരുന്നുവെങ്കിലും മനസ്സിപ്പോഴും വേഗതയുള്ളതായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു കഠിനമായ രഹസ്യം പരിഹരിച്ചിരുന്നു. ജീവിതത്തിൽ ഇനി അദ്ദേഹവുമായി ബന്ധമുണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ കത്ത് എൻ്റെ പേരിലാണ് വന്നിരിക്കുന്നത്. ഞാൻ കണ്ണട ശരിയാക്കി കത്ത് തുറന്നു. ഉള്ളിൽ ഒരു ഔദ്യോഗിക കത്തും കൂടെ ടൈപ്പ് ചെയ്തൊരു രേഖയും ഉണ്ടായിരുന്നു. വക്കീൽ എഴുതിയിരിക്കുന്നു: ശ്രീമതി ജെയ്സൺ മാർപ്പിൾ, ശ്രീ ജേസൺ റാഫേൽ അന്തരിച്ചു എന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. തൻ്റെ വിൽപത്രത്തിൽ അദ്ദേഹം നിങ്ങളുടെ പേരിൽ ഒരു പ്രത്യേക അഭ്യർത്ഥന ബാക്കി വച്ചിട്ടുണ്ട്. ഇതൊരു മരണാനന്തര ദൗത്യമാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ പൂർത്തിയാക്കേണ്ട ഒരു ജോലി. ഇതിൻ്റെ നിബന്ധനകൾ വിൽപത്രത്തിൻ്റെ അടുത്ത ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഞാൻ ശ്വാസമടക്കി പിടിച്ച് രണ്ടാമത്തെ കടലാസ് തുറന്നു. അവിടെ എഴുതിയിരുന്നു: പ്രിയ മിസ് മാർപ്പിൾ, മരണശേഷവും നിങ്ങൾ നീതിക്ക് വേണ്ടത് ചെയ്യുമെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ ഞാൻ പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. സത്യത്തിലേക്ക് എത്താനുള്ള അത്ഭുതകരമായ കഴിവ് നിങ്ങൾക്കുണ്ട്. അതിനാൽ ഒരു കേസ് തെളിയിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇരയുടെ പേരോ കുറ്റവാളിയുടെ പേരോ ഞാൻ നിങ്ങളോട് പറയില്ല. ഈ കേസ് എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ എൻ്റെ ട്രസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് വലിയൊരു തുക ലഭിക്കും. പരാജയപ്പെട്ടാലും നിങ്ങളോടുള്ള ബഹുമാനം എൻ്റെ മനസ്സിലുണ്ടാകും. ജേസൺ റാഫേൽ. കത്ത് വായിച്ച ഉടനെ ഞാൻ ഒരു നിമിഷം നിശബ്ദമായി പോയി. ഇതൊരു സാധാരണ അഭ്യർത്ഥനയല്ലായിരുന്നു. ഏത് കേസ്, ഏത് കുറ്റം, എവിടെ നിന്നും തുടങ്ങണമെന്ന് ഞാൻ എങ്ങനെ അറിയും? പക്ഷേ റാഫേലിനെ എനിക്കറിയാമായിരുന്നു. ആ മനുഷ്യൻ ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യില്ല. അദ്ദേഹം ഈ ജോലി എൻ്റെ പേരിൽ ഏൽപ്പിച്ചുവെങ്കിൽ അതിന് തീർച്ചയായും ഒരർത്ഥമുണ്ടാകും. അന്ന് രാത്രി വൈകുന്നത് വരെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. റാഫേലിനൊപ്പം ചിലവഴിച്ച ആ ദിവസങ്ങൾ ഞാൻ ഓർത്തെടുത്തു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങളിൽ എന്തോ ഒന്നുണ്ട്. അത് ആളുകൾക്ക് അവരുടെ സ്വന്തം സത്യം കാണിച്ചു കൊടുക്കും മിസ് മാർപ്പിൾ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് തന്നെ കാണാൻ കഴിയാതെ പോയ അപൂർണമായ എന്തോ ഒരു സത്യമുണ്ടായിരുന്നിരിക്കാം. അത് ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് അദ്ദേഹം ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഞാൻ വക്കീലിന് കത്തെഴുതി. ശ്രീ റാഫേലിൻ്റെ ആഗ്രഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ ജോലി എങ്ങനെ, എവിടെ നിന്നും തുടങ്ങണമെന്ന് ദയവായി അറിയിക്കുക. 3 ദിവസത്തിന് ശേഷം മറുപടി വന്നു. അതിലെഴുതിയിരുന്നു: വിൽപത്രപ്രകാരം താൻ ഉടൻ തന്നെ ഗാർഡൻസ് ആൻഡ് ഹെറിറ്റേജ് ടൂറിൽ പങ്കെടുക്കണമെന്ന്. ഇംഗ്ലണ്ടിൽ പഴയ പൂന്തോട്ടങ്ങളും ചരിത്രപ്രധാനമായ വീടുകളും സന്ദർശിക്കുന്ന ഒരു ബസ് യാത്രയായിരുന്നു അത്. എല്ലാ ചെലവുകളും റാഫേലിൻ്റെ സ്വത്തിൽ നിന്നും നൽകപ്പെടും. വക്കീൽ ഇത്രമാത്രം കൂട്ടിച്ചേർത്തു: ഈ യാത്രയാണ് ആ ജോലിയുടെ അടുത്തേക്ക് നിങ്ങളെ എത്തിക്കുന്ന മാധ്യമം. ഇപ്പോൾ ആ രഹസ്യം കൂടുതൽ ആഴമുള്ളതായി. എന്തുകൊണ്ടൊരു യാത്ര? പൂന്തോട്ടങ്ങളുമായി ഇതിനെന്ത് ബന്ധം? എൻ്റെ ഉള്ളിലെ കൗതുകം ഞാൻ തിരിച്ചറിഞ്ഞു. ബന്ധമില്ലാത്തതെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഏറ്റവും വലിയ താക്കോൽ എന്നെനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. സെൻറ് മേരി മിഡിലെ എൻ്റെ അയൽവാസി മിഡ് ഹാർണൽ ഞാൻ ഇംഗ്ലണ്ടിലെ പൂന്തോട്ടങ്ങൾ കാണാൻ പോവുകയാണെന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷത്തോടെ പറഞ്ഞു: നിങ്ങൾക്ക് നല്ല വിശ്രമം കിട്ടും മിസ് മാർപ്പിൾ. ഇനി കൂടുതൽ ആലോചിക്കേണ്ട, പൂക്കളുടെ ഭംഗി ആസ്വദിക്കൂ. ഞാനൊന്ന് പുഞ്ചിരിച്ചു. ഈ യാത്ര പൂക്കളേക്കാൾ കൂടുതൽ രഹസ്യങ്ങൾ നിറഞ്ഞതായിരിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നെങ്കിൽ. യാത്രയ്ക്ക് ഒരാഴ്ച മുമ്പ് ഞാൻ എൻ്റെ പഴയ സൂട്ട് കേസ് തുറന്നു. അതിലെൻ്റെ കട്ടിയുള്ള കമ്പിളിശാൾ, തൊപ്പി, ചില പുസ്തകങ്ങൾ എന്നിവ വച്ചു. മരുന്നുകളുടെ ചെറിയ പെട്ടിയും കൂടെ കരുതി. പക്ഷെ മനസ്സിൻ്റെ ഒരു കോണിൽ ആകാംക്ഷയായിരുന്നു. എന്തായിരിക്കും ഈ കേസ്? രാത്രിയിൽ ഞാൻ വീണ്ടും റാഫേലിൻ്റെ വാക്കുകൾ വായിച്ചു:
ഈ കേസ് എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. അദ്ദേഹം എവിടെയോ എന്തോ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ യാത്രയിൽ കാണാനിരിക്കുന്ന ഏതെങ്കിലും സൂചനയോ വ്യക്തിയോ പേരോ ആയിരിക്കാം അത്. അടുത്ത ദിവസം എനിക്ക് മറ്റൊരു കവർ കോഡ് ലഭിച്ചു. അതിലൊരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഹെറിറ്റേജ് ടൂർ നമ്പർ 3 ഗാർഡൻ ഓഫ് സദേൺ ഇംഗ്ലണ്ട്. കൂടെ ഒരു ചെറിയ കുറിപ്പും: ദയവായി ഈ യാത്രയിൽ പങ്കെടുക്കുക. ഈ കഥയുടെ ഭാഗമായ ആളുകളെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എൻ്റെ കൈകൾ ചെറുതായി വിറച്ചു. അപ്പോൾ എല്ലാം തീരുമാനിക്കപ്പെട്ടു. പ്രായം ചെന്നിട്ട് ഞാൻ വീണ്ടും രഹസ്യത്തിലേക്ക് നടക്കുകയാണ്. യാത്ര തുടങ്ങാൻ ഇനി 3 ദിവസമുണ്ട്. ഞാൻ എന്നെ തന്നെ തയ്യാറാക്കി. എൻ്റെ ഗാർഡൻ ഞാൻ മിസ് ഹാർട്ട്നെല്ലിനെ ഏൽപ്പിച്ചു. പൂച്ചയെ അയൽവാസിയുടെ അടുത്ത് വിട്ടു. യാത്രയ്ക്കുള്ള വസ്ത്രങ്ങൾ ശരിയാക്കി. പക്ഷേ മനസ്സിൽ വീണ്ടും വീണ്ടും ഒരു ചോദ്യം മാത്രം കറങ്ങിത്തിരിഞ്ഞു: എന്തു കുറ്റം, ഏത് സത്യം? അവസാന വൈകുന്നേരം വന്നപ്പോൾ ഞാൻ എൻ്റെ ചാരുകസാരയിൽ ഇരിക്കുകയായിരുന്നു. കയ്യിൽ റാഫേലിൻ്റെ കത്തുമുണ്ടായിരുന്നു. സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു. ആകാശത്ത് സ്വർണ്ണ വെളിച്ചം പടർന്നിരുന്നു. ഞാൻ പതുക്കെ പറഞ്ഞു: റാഫേൽ, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ പരമാവധി ശ്രമിക്കും. പക്ഷേ നിങ്ങളുടെ ആത്മാവ് എവിടെയെങ്കിലും ഇരുന്ന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശരിയായ ദിശ കാണിച്ചു തരിക. ജനലിലൂടെ വന്ന കാറ്റിൽ എന്തോ ഒരു ചെറിയ മർമ്മരം കേട്ടതുപോലെ എനിക്ക് തോന്നി. പറയാത്ത ഏതോ കാര്യം അവിടെ കടന്നുപോയതുപോലെ. ഒരുപക്ഷെ അതെൻ്റെ തോന്നലാകാം, അല്ലെങ്കിൽ റാഫേലിൻ്റെ മറുപടിയാകാം. അടുത്ത ദിവസം രാവിലെ ഞാൻ സ്റ്റേഷനിലായിരുന്നു. തണുത്ത കാറ്റുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിൽ യാത്രക്കാരുടെ ചെറിയ സംസാരങ്ങൾ മുഴങ്ങുന്നുണ്ടായിരുന്നു. കയ്യിൽ ചെറിയൊരു സൂട്ട് കേസും ഹൃദയത്തിൽ അറിയാത്തൊരു ആവേശവും. ടൂർ ബസ് അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. വെളുത്ത നിറത്തിലുള്ള ബസ്സിൽ ഓൾഡ് ഇംഗ്ലണ്ട് ഹെറിറ്റേജ് ടൂർ എന്ന് എഴുതിയിരുന്നു. ഡ്രൈവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഗുഡ് മോർണിംഗ് മാഡം, നിങ്ങളുടെ പേര് മിസ് മാർപ്പിൾ എന്നല്ലേ? ഞാൻ തലയാട്ടി. നിങ്ങൾക്ക് സ്വാഗതം. ഇതാണ് നിങ്ങളുടെ സീറ്റ് നമ്പർ 7. ഞാൻ ബസ്സിൽ കയറി. ഉള്ളിൽ നേരത്തെ തന്നെ ചില യാത്രക്കാർ ഇരിപ്പുണ്ടായിരുന്നു. ശാന്തമുഖമുള്ള ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് പതുക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ടിക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന മിസ് കുക്കും മിസ് ബാരോയുമായിരിക്കാം. കയ്യിൽ കട്ടിയുള്ള പുസ്തകമുള്ള ഒരു ഇടത്തരം പ്രായക്കാരൻ, മിക്കവാറും പ്രൊഫസർ വാൻസ്റ്റഡ് ആയിരിക്കാം. പിന്നെ മാന്യമായ പെരുമാറ്റമുള്ള പഴയ ഏതോ കുടുംബത്തിൽ നിന്നുള്ളവരാണ് തോന്നിക്കുന്ന 3 സ്ത്രീകൾ. പിന്നീട് എനിക്ക് മനസ്സിലായി, അവർ ബ്രഡ്ബറി സ്കോട്ട് സഹോദരിമാരായ ക്ലോഡിൽസ്, ലെവനിയ, ആന്തിയ എന്നിവരാണെന്ന്. ഞാൻ എല്ലാവരെയും നോക്കി വിനയത്തോടെ പുഞ്ചിരിച്ച് നമസ്തേ പറഞ്ഞു എൻ്റെ സീറ്റിലിരുന്നു. ബസ് പതുക്കെ നീങ്ങിത്തുടങ്ങി. ജനലിൻ്റെ പുറത്ത് കാറ്റിലാടുന്ന വയലുകൾ, കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പഴയ വീടുകൾ, മൂടൽമഞ്ഞുള്ള പ്രഭാതം. എല്ലാം വളരെ ശാന്തമായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു വെപ്രാളമുണ്ടായി. ഈ ബസ്സിലോ ഈ യാത്രയിലോ എവിടെയോ റാഫേൽ ഞാൻ കണ്ടെത്തണമെന്ന് ആഗ്രഹിച്ച ആ ഉത്തരമുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടെത്തുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ബസ് പതുക്കെ റോഡിലൂടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരു നീണ്ട സ്വപ്നം തുടങ്ങുന്നത് പോലെ. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ ഈ പഴയ വഴികൾ എത്ര കഥകൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഓരോ മരവും ഓരോ മതിലും ഓരോ കല്ലും കഴിഞ്ഞുപോയ കാലത്തിൻ്റെ മാറ്റുലുകൾ ഉള്ളിലൊതുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു കഥ എപ്പോഴും അപൂർണമായി കിടപ്പുണ്ടാകാം. റാഫേൽ എന്നോട് കണ്ടെത്താൻ പറഞ്ഞ അതേ കഥ. ബസ്സിലെ അന്തരീക്ഷം ശാന്തമായിരുന്നു. ആളുകൾ പരസ്പരം പരിചയപ്പെടാൻ ശ്രമിക്കുകയാണ്. ഞാൻ എൻ്റെ സ്വഭാവം പോലെ എല്ലാം നിശബ്ദമായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. പ്രായത്തിനൊപ്പം ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്: നമ്മൾ വെറുതെ നിശബ്ദനായി ഇരുന്നാൽ ആളുകൾ സ്വയം അവരുടെ സത്യം നിങ്ങളോട് പറഞ്ഞു തരും. ഏറ്റവും മുന്നിലിരുന്ന 2 സ്ത്രീകൾ, മിസ് കുക്കും മിസ് ബാരോയും, സംസാരത്തിൽ മുഴുകിയിരിക്കുന്നു. അവരുടെ പെരുമാറ്റവും ശബ്ദവും വാക്കുകളും കണ്ടാൽ അവർ എന്തെങ്കിലും ചെറിയ പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകരായിരുന്നിരിക്കാം എന്ന് തോന്നും. അവർ വളരെ അച്ചടക്കമുള്ളവരായി തോന്നി. എല്ലാം ചിട്ടയോടെ വെക്കുന്നത് അവരുടെ ശീലമാണെന്ന് തോന്നും. അല്പം പിന്നിലെ സീറ്റിൽ ഏകദേശം 50 വയസ്സ് പ്രായമുള്ള ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. തലയിൽ കുറച്ചു മുടി, മുഖത്ത് ഗൗരവം, കണ്ണുകളിൽ ഒരു കൗതുകം. പിന്നീട് മനസ്സിലായി, അദ്ദേഹം പ്രൊഫസർ വാൻസ്റ്റഡ് ആണെന്ന്. മനഃശാസ്ത്ര പ്രൊഫസർ. അദ്ദേഹം ആദ്യമായി എന്നോട് സംസാരിച്ചപ്പോൾ ചോദിച്ചു: നിങ്ങൾ മിസ് മാർപ്പിൾ അല്ലേ? മനുഷ്യ സ്വഭാവം വായിക്കാനുള്ള അത്ഭുതകരമായ കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പുഞ്ചിരിച്ചു. കഴിവെന്ന് പറയാൻ കഴിയില്ല പ്രൊഫസർ. ആളുകളെ നിരീക്ഷിക്കുന്ന ഒരു പഴയ ശീലമുണ്ട്, അത്രമാത്രം. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ചിലപ്പോൾ ആ ശീലമായിരിക്കും ഏറ്റവും വലിയ അറിവ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ സത്യമുണ്ടായിരുന്നു. ഞാൻ തലയാട്ടി നിശബ്ദയായി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ബസ്സിലെ മറ്റ് യാത്രക്കാർ ബ്രഡ്ബറി സ്കോട്ട് സഹോദരിമാരായിരുന്നു. അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധമുള്ളവരായിരുന്നു. പക്ഷെ അവർക്കിടയിൽ എന്തോ ഒരു അകലവും എനിക്ക് അനുഭവപ്പെട്ടു. ഏറ്റവും മൂത്തവളായ ക്ലോഡിൽഡ് ശാന്തവും ദൃഢവുമായ സ്വഭാവമുള്ളവരായിരുന്നു. അവളുടെ മുഖത്ത് ആഴത്തിലുള്ള ചിന്തകൾ കാണാമായിരുന്നു.
ഓരോ വാക്കും തൂക്കി നോക്കിയാണ് അവൾ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നു. രണ്ടാമത്തെ സഹോദരി ലെവനിയ കുറച്ച് പാപവും ലളിതവും സന്തോഷവതിയുമായിരുന്നു. മൂന്നാമത്തെയാൾ ആന്തിയ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. മിക്കവാറും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഒന്നും സംസാരിച്ചിരുന്നില്ല. ചിലപ്പോൾ അങ്ങനെയാണ്, ഒരാൾ ഒന്നും മിണ്ടാതെ തന്നെ നമ്മളെ ആകർഷിക്കും. ക്ലോഡിൽഡിൻ്റെ വ്യക്തിത്വത്തിൽ എനിക്ക് അത് അനുഭവപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ ഏതോ ഒരു ഭൂതകാലം ഒളിഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആദ്യ ദിവസം ബസ് ഞങ്ങളെ മനോഹരമായ ചില പൂന്തോട്ടങ്ങളിലേക്കും പഴയ വീടുകളിലേക്കും കൊണ്ടുപോയി. ആളുകൾ പൂക്കളെയും കെട്ടിട നിർമ്മാണ രീതിയെയും പ്രശംസിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ റാഫേലിൻ്റെ ലക്ഷ്യം എന്താണെന്ന ചിന്തയായിരുന്നു. ഇതെല്ലാം വെറുമൊരു മറ മാത്രമാണോ? വൈകുന്നേരം ഞങ്ങളൊരു ചെറിയ ഗസ്റ്റ് ഹൗസിൽ തങ്ങിയപ്പോൾ എല്ലാ യാത്രക്കാരും ഡൈനിങ് റൂമിൽ ഒത്തുകൂടി. മേശപ്പുറത്ത് ചൂടുള്ള സൂപ്പും ബ്രെഡും വെണ്ണയും ഉണ്ടായിരുന്നു. സംസാരം സാധാരണമായിരുന്നു, കാലാവസ്ഥയെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും പഴയ കെട്ടിടങ്ങളെക്കുറിച്ചും. പക്ഷേ ഗ്ലോഡിൽഡ് എന്നെ നോക്കി. നിങ്ങൾ മിസ് മാർപ്പിൾ അല്ലേ? നിങ്ങളുടെ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഞെട്ടലുണ്ടായി. അതെ, ഞാൻ ശാന്തമായി പറഞ്ഞു. ചില ചെറിയ കേസുകളിൽ ഞാൻ ഉപദേശം നൽകിയിരുന്നു. ഇപ്പോൾ വീട്ടിലൊരു ഗാർഡൻ നോക്കി നടത്തി അങ്ങനെ ജീവിക്കുന്നു, അത്രമാത്രം. ക്ലോഡിൽഡ് പുഞ്ചിരിച്ചു. നിങ്ങളിൽ ഒരു ശാന്തിയുണ്ട്. നിങ്ങളെ കണ്ടാൽ ഒരു രഹസ്യവും നിങ്ങളിൽ നിന്നും ഒളിച്ചിരിക്കില്ല എന്ന് തോന്നും. അവളുടെ വാക്കുകളിൽ വെറുമൊരു കൗതുകമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവൾ വാചകം വെറുതെ പറഞ്ഞതല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. രാത്രി മുറിയിലേക്ക് മടങ്ങിയ ശേഷം ഞാൻ കുറച്ചു നേരം ആലോചിച്ചു. വിൽപത്രത്തിലെ കത്ത് എൻ്റെ തലയിണയുടെ താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് വീണ്ടും വായിച്ചു. ഈ കേസ് എന്താണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. ഈ യാത്രയിൽ ആ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ക്ലോഡിൽഡിനോ മറ്റാർക്കെങ്കിലും അറിയാവോ? അടുത്ത ദിവസം രാവിലെ ബസ് മുന്നോട്ട് നീങ്ങിയപ്പോൾ പ്രൊഫസർ വാൻസ്റ്റഡ് എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, എനിക്ക് ഓർമ്മയുണ്ട് മിസ് മാർപ്പിൾ, നിങ്ങൾ റാഫേൽ സാഹിബിനെ കണ്ടിട്ടുണ്ടല്ലേ? ഞാൻ തലയാട്ടി. അതെ, ഒരിക്കൽ. അദ്ദേഹം വളരെ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, വാൻസ്റ്റഡ് പറഞ്ഞു. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു, അദ്ദേഹം എന്തെങ്കിലും രഹസ്യം ബാക്കി വെച്ച് പോവുകയാണെങ്കിൽ അത് തെളിയിക്കാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി മിസ് ജെയിൻ മാർപ്പിളായിരിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഞാനൊന്ന് അമ്പരന്നു. റാഫേൽ അദ്ദേഹത്തോടും ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞിരുന്നു? ഞാൻ പതുക്കെ ചോദിച്ചു. ആ രഹസ്യം ആരോടുള്ള ബന്ധപ്പെട്ടതാണെന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വാൻസ്റ്റഡ് തലയാട്ടി. ഇല്ല, ഇത്രമാത്രം പറഞ്ഞു. ചിലപ്പോൾ നീതി സ്വന്തം കൈകൾ കൊണ്ട് നടപ്പിലാക്കാതെ മറ്റൊരാളുടെ ഹൃദയം കൊണ്ട് ചെയ്യിക്കേണ്ടി വരും. ഇത് കേട്ട് ഞാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. അപ്പോൾ റാഫേല് ആലോചിച്ച് ഉറപ്പിച്ചു തന്നെയാണ് എന്നെ തിരഞ്ഞെടുത്തത്. ഈ കേസ് അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനുമായി ബന്ധപ്പെട്ടതാണ്. റാഫേലിൻ്റെ മകൻ മൈക്കിളിൻ്റെ പേര് എനിക്ക് ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് പത്രങ്ങളിൽ വന്ന വാർത്തയായിരുന്നു അത്. ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് അവനെ ജയിലിൽ അയച്ചു എന്ന്. അത് തന്നെയാണോ ഈ കേസ്, അതോ മറ്റെന്തെങ്കിലും? ദിവസങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും പുതിയ പൂന്തോട്ടങ്ങൾ, പുതിയ സ്ഥലങ്ങൾ, ഓരോ മുഖങ്ങൾ. പതുക്കെ യാത്രകൾക്കിടയിലെ സംസാരം സാധാരണമായി. മിസ് കുക്കും മിസ് ബാരോയും ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ ചെയ്യുന്നു. എപ്പോൾ ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഫോട്ടോ എടുക്കണം. അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു. മറ്റാരെയും തങ്ങൾക്കിടയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. ബ്രെഡ്ബറി സ്കോട്ട് സഹോദരിമാരുടെ സംഘം വേറിട്ട് നിന്നു. ക്ലോഡിൽഡിൻ്റെ സ്വാധീനം മറ്റു രണ്ടുപേരിലും ആഴത്തിലുള്ളതായിരുന്നു. അവൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നിശബ്ദരാകും. അവളെ കാണുമ്പോൾ എനിക്ക് പഴയ ഇംഗ്ലീഷ് കുടുംബങ്ങളെ ഓർമ്മ വരും. അച്ചടക്കവും രഹസ്യവും ചെറിയൊരു തണുപ്പും ഒളിപ്പിച്ചു വയ്ക്കുന്ന കുടുംബങ്ങൾ. ഒരിക്കൽ ഞങ്ങളൊരു പഴയ മഠത്തിൻ്റെ പൂന്തോട്ടത്തിൽ നടക്കുമ്പോൾ ക്ലോഡിൽഡ് ഒരു പൂവിനെ വളരെ ശ്രദ്ധയോടെ നോക്കുന്നത് ഞാൻ കണ്ടു. ആ പൂവിൽ എന്തോ പഴയ ഓർമ്മയുടെ നിഴലുള്ളതുപോലെ. ഞാൻ അടുത്ത് ചെന്ന് പറഞ്ഞു, ഈ റോസാപ്പൂ വളരെ സുന്ദരമാണ്. അവളൊന്ന് പുഞ്ചിരിച്ചു. അതെ, ഇതിനെ വെരിറ്റി എന്ന് വിളിക്കുന്നു, പവിത്രതയുടെ പ്രതീകം. വെരിറ്റി. ഞാനത് ആവർത്തിച്ചു. ആ പേര് കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. വെരിറ്റി. റാഫേലിൻ്റെ മകൻ്റെ കേസിൽ ബന്ധപ്പെട്ട അതേ പേര്, വെരിറ്റി ഹണ്ട്. ഞാൻ വളരെ ജാഗ്രതയോടെ പറഞ്ഞു, ഈ പേര് വളരെ നല്ലതാണ്. വെരിറ്റി എന്ന പേരുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? ക്ലോഡിൽ ഒരു നിമിഷം എന്നെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നിമറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞു, അതെ, അറിയാമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അവൾ വളരെ പ്രിയപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. ഇപ്പോൾ അവൾ എവിടെയാണ്? ഞാൻ പതുക്കെ ചോദിച്ചു. ക്ലോഡിൽഡിൻ്റെ മുഖം ഒരു നിമിഷം കഠിനമായി. ഇപ്പോൾ അവളില്ല. വളരെ സങ്കടപ്പെടുത്തുന്നൊരു കഥയാണത്. ഞാൻ തലകുനിച്ചു. കൂടുതലൊന്നും പറഞ്ഞില്ല. പക്ഷെ ഉള്ളിൽ എന്തോ ഒന്ന് ആഴത്തിൽ ഉലഞ്ഞു. റാഫേൽ, അദ്ദേഹത്തിൻ്റെ മകൻ മൈക്കിൾ, വെരിറ്റി എന്ന ഈ പേര്, ഇതൊരു യാദൃച്ഛികതയാകാൻ വഴിയില്ല. അന്ന് രാത്രി എൻ്റെ മുറിയിൽ എനിക്ക് ഉറക്കം വന്നില്ല. ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ ചില പേരുകൾ എഴുതി. റാഫേൽ, മൈക്കിൾ റാഫേൽ, വെരിറ്റി ഹണ്ട്, ക്ലോഡിൽസ് ബ്രെഡ്ബറി സ്കോട്ട്.
ഇതെല്ലാം ഒരു വലയുടെ കണ്ണികൾ പോലെയായിരുന്നു. എനിക്ക് ദിശ കണ്ടെത്തണമായിരുന്നു. 3-ാം ദിവസം ബസ് തങ്ങളെ ബ്രഡ്ബറി സ്കോട്ട് സഹോദരിമാരുടെ പഴയ വീടുള്ള ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. അവരെല്ലാവരെയും തങ്ങളുടെ വീട്ടിലേക്ക് ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്നു. പ്രൊഫസർ വാൻസ്റ്റഡ് തമാശയായി പറഞ്ഞു, പഴയ കൊട്ടാരങ്ങളിൽ എപ്പോഴും എന്തെങ്കിലും രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചിലപ്പോൾ ആ രഹസ്യം ഏറ്റവും മനോഹരമായ മുറികളിലായിരിക്കും ഒളിഞ്ഞിരിക്കുന്നത്. ക്ലോഡിൽഡ് അത് കേട്ട് എന്നെ ആഴത്തിലൊന്ന് നോക്കി, എന്തോ പറയാൻ ആഗ്രഹിച്ചതുപോലെ, പക്ഷേ ഒന്നും പറഞ്ഞില്ല. വൈകുന്നേരം ജനലിൻ്റെ അരികിലിരിക്കുമ്പോൾ ദൂരെയുള്ള വയലുകളിൽ സൂര്യൻ അസ്തമിക്കുകയായിരുന്നു. കാറ്റിൽ തണുപ്പും മരങ്ങൾക്കിടയിൽ നിന്ന് എന്തോ ഒരു പഴയ പാട്ടും കേൾക്കുന്നത് പോലെ തോന്നി. ഞാൻ ചിന്തിച്ചു, ഇപ്പോൾ ദിശ വ്യക്തമാകുന്നു. ഈ യാത്രയിലൂടെ ഞാൻ സത്യത്തിൽ എത്തണമെന്ന് റാഫേൽ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ആ സത്യത്തിൻ്റെ നിഴൽ എനിക്ക് കാണാൻ തുടങ്ങിയിരിക്കുന്നു. 3-ാം ദിവസം രാവിലെ ബസ് പുറപ്പെട്ടപ്പോൾ ആകാശം ചെറുതായി മൂടിക്കെട്ടിയിരുന്നു. കാറ്റിൽ തണുപ്പുണ്ടായിരുന്നു. പുല്ലുകളിൽ മഞ്ഞുതുള്ളികൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വയലുകളുടെ അരികിലെ ചെരിഞ്ഞ മരങ്ങൾ, പഴയ കൽപ്പാലങ്ങൾ, ദൂരെയുള്ള നീലമലകൾ. ഇംഗ്ലണ്ടിൻ്റെ ഈ ഗ്രാമീണ സൗന്ദര്യം എപ്പോഴും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കാറുണ്ട്. പക്ഷെ ഇത്തവണ എൻ്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. ഇതുവരെയുള്ള സൂചനകളെല്ലാം എൻ്റെ മനസ്സിൽ ഒരു വിചിത്രമായ ചിത്രമുണ്ടാക്കുകയായിരുന്നു. റാഫേൽ, അദ്ദേഹത്തിൻ്റെ മകൻ മൈക്കിൾ, വെരിറ്റി എന്ന പെൺകുട്ടി, ക്ലോഡിൽസ് ബ്രഡ്ബറി സ്കോട്ട്, ഇവർക്കിടയിലെ ഏതോ അദൃശ്യമായ ചരടനെ പതുക്കെ അടുത്തേക്ക് വലിക്കുന്നു. ബസ്സിലെ ഇന്നത്തെ അന്തരീക്ഷം അല്പം വ്യത്യസ്തമായിരുന്നു. ആളുകൾ പഴയതിനേക്കാൾ കൂടുതൽ ഫ്രീ ആയിരുന്നു. ചിലർ തമാശകൾ പറയുന്നു, ചിലർ ഫോട്ടോ എടുക്കുന്നു. മിസ് കുക്കും മിസ് ബാരോയും എപ്പോഴും നോട്ട്ബുക്കിൽ സ്ഥലങ്ങളുടെ പേര് എഴുതിക്കൊണ്ടേയിരുന്നു, എന്തെങ്കിലും സ്കൂൾ അസൈൻമെൻറ്റ് പൂർത്തിയാക്കുന്നത് പോലെ. പ്രൊഫസർ വാൻസ്റ്റഡ് ഇന്നെന്തോ ചിന്തയിലാണെന്ന് തോന്നി. ഞാൻ പതുക്കെ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തെങ്കിലും വിഷമമുണ്ടോ പ്രൊഫസർ? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഈ യാത്ര ഏതോ അദൃശ്യമായ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നത് പോലെ തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെ തോന്നുന്നു. ചില കാര്യങ്ങൾ വെറും യാദർച്ഛികതയല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം തലയാട്ടി. റാഫേൽ കാരണമില്ലാതെ ഒന്നും ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ഒരുപക്ഷെ അദ്ദേഹം ഈ യാത്ര ഒരു പദ്ധതി അനുസരിച്ച് തിരഞ്ഞെടുത്തതാകാം. ഞാൻ പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അപൂർണമായി എന്തോ ഒന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരിക്കാം. അപ്പോഴാണ് ബസ് ഒരു തിരിവ് തിരിഞ്ഞത്. മുന്നിലൊരു വലിയ പഴയ വീട് കണ്ടു. അതിൻ്റെ മതിലുകളിൽ വള്ളിച്ചെടികൾ പടർന്നിരിക്കുന്നു. ജനലുകൾക്ക് ചുറ്റും പച്ചപ്പും വാതിലിൻ്റെ അടുത്ത് കൽപ്രതിമകളും ഉണ്ടായിരുന്നു. ഡ്രൈവർ പറഞ്ഞു, ബ്രഡ്ബറി സ്കോട്ട് നിവാസ് എത്തി മാഡം. 3 സഹോദരിമാരും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ക്ലോഡിൽഡ് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ വീട് മനോഹരമാണെങ്കിലും ഉള്ളിലെന്തോ ഒരു തണുപ്പുണ്ട്. മതിലുകൾ എന്തോ പഴയ വേദന കാത്തു സൂക്ഷിക്കുന്നത് പോലെ. ഹാളിൽ ഉയർന്ന മേൽക്കൂരയായിരുന്നു. മതിലുകളിൽ പൂർവികരുടെ ചിത്രങ്ങൾ തൂങ്ങിക്കിടന്നിരുന്നു. ഗൗരവമുള്ള മുഖങ്ങൾ, ഔപചാരിക വസ്ത്രങ്ങൾ, തണുത്ത നോട്ടങ്ങൾ. മുറിയിൽ നേരിയ ലാവണ്ടർ സുഗന്ധം പരന്നിരുന്നു. എത്ര മനോഹരമായ വീട്, ഞാൻ പറഞ്ഞു. ക്ലോഡിൽഡ് പുഞ്ചിരിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ വീട് 3 തലമുറകളായുണ്ട്. പണ്ടിവിടെ വലിയ ബഹളമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 3 സഹോദരിമാർ മാത്രം. ഞങ്ങളെല്ലാവരെയും ലഞ്ച് റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു വലിയ മരമേശയുണ്ടായിരുന്നു. മനോഹരമായ വെള്ളിപ്പാത്രങ്ങൾ, പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ, എല്ലാം ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു. ഭക്ഷണത്തിനിടയിലെ സംസാരം സാധാരണമായിരുന്നു. പക്ഷേ ക്ലോഡിൽഡ് ഇടയ്ക്കിടെ എന്നെ ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. അവളെന്തോ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. ഭക്ഷണത്തിന് ശേഷം അവൾ പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്ക് പൂന്തോട്ടം കാണാം. ഇവിടെയുള്ള റോസാച്ചെടികൾ വളരെ പഴയതാണ്. ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങി. പൂന്തോട്ടം സുന്ദരമായിരുന്നു. പക്ഷെ എവിടെയോ ഒരു സങ്കടം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഓരോ മരവും ഓരോ ഓർമ്മ പോലെ നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പതുക്കെ ചോദിച്ചു, ഈ പൂന്തോട്ടം നിങ്ങൾ ഉണ്ടാക്കിയതാണോ? ക്ലോഡിൽഡ് പറഞ്ഞു, അല്ല, ഇത് വെരിറ്റിയുടെ പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. അവളിവിടെ ചില റോസാച്ചെടികൾ നട്ടിരുന്നു. പേര് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ജാഗ്രതയുള്ളവളായി. വെരിറ്റി? ഞാൻ ചോദിച്ചു, നേരത്തെ ഞാൻ കേട്ട അതേ വെരിറ്റി ഹണ്ടാണോ ഇത്? ക്ലോഡിൽഡിൻ്റെ മുഖം ശാന്തമായിരുന്നു. പക്ഷേ കണ്ണുകളിൽ നേരിയ വിറയലുണ്ടായി. അതെ, അവൾ പറഞ്ഞു, അവൾ തന്നെയായിരുന്നു. അവൾ ഞങ്ങളോടൊപ്പം കുറച്ചു കാലമുണ്ടായിരുന്നു. വളരെ പ്രിയപ്പെട്ട പെൺകുട്ടിയായിരുന്നു. സെൻസിറ്റീവ്, ശാന്തം, സത്യസന്ധം. പിന്നെ എന്തുണ്ടായി? ഞാൻ പതുക്കെ ചോദിച്ചു. ക്ലോഡിൽഡ് ഒരു ദീർഘനിശ്വാസമെടുത്തു. അവളുടെ അവസാനം സങ്കടത്തിലായിരുന്നു. അവൾ ഒരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ വ്യക്തി അവൾക്ക് അനുയോജ്യനായിരുന്നില്ല.
ഞാൻ ചിന്തിച്ചു, ഒരുപക്ഷെ അവൾ മൈക്കിൾ റാഫേലിനെ കുറിച്ചായിരിക്കും പറയുന്നത്. ക്ലോഡിൽഡ് തുടർന്നു. ഞങ്ങൾ അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു, പക്ഷേ അവൾ സമ്മതിച്ചില്ല. പിന്നെ ഒരു ദിവസം അവൾ എല്ലാം ഉപേക്ഷിച്ചു പോയി. കുറെ കഴിഞ്ഞ് അവളുടെ മരണവാർത്തയാണ് ഞങ്ങൾ കേട്ടത്. അവളുടെ ശബ്ദത്തിൽ ആഴത്തിലുള്ള വേദനയുണ്ടായിരുന്നു, പക്ഷേ വാക്കുകളിൽ ഒരു കടുപ്പവും ഉണ്ടായിരുന്നു. തൻ്റെ സങ്കടത്തോടൊപ്പം ആരോടുള്ള ദേഷ്യവും അവൾ ഒളിപ്പിക്കുന്നത് പോലെ. അവൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ആ വ്യക്തിയെ നിങ്ങൾക്കറിയാമായിരുന്നോ? ഞാൻ ചോദിച്ചു. അതെ, ക്ലോഡിൽഡ് പറഞ്ഞു. അയാളുടെ പേര് മൈക്കിൾ റാഫേൽ എന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് നിശ്ചലമായി. ഇപ്പോൾ എല്ലാം വ്യക്തമാണ്. റാഫേലിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള ദൗത്യം ഇതിനോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ മൈക്കിൾ വെരിറ്റിയെ കൊന്നുവെന്ന കുറ്റം ചുമത്തപ്പെട്ടവൻ ഒരുപക്ഷെ നിരപരാധിയായിരിക്കാം. സത്യം വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് റാഫേൽ ആഗ്രഹിക്കുന്നു. ഞാൻ ശാന്തമായി ചോദിച്ചു, നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അയാൾ കുറ്റവാളിയായിരുന്നോ? ക്ലോഡിൽഡ് തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. അതെ, തീർച്ചയായും. അയാൾ ഒരു ക്രൂരനും സ്വാർത്ഥനുമായിരുന്നു. അയാൾ വെരിറ്റിയെ ചതിച്ചു. അയാൾ തന്നെയാണ് അവളെ കൊന്നതും. സംസാരത്തിൻ്റെ ഇടയിൽ അവളൊന്ന് വിറയ്ക്കുന്നത് ഞാൻ കണ്ടു. ഒരുപക്ഷെ അത് വെറും വെറുപ്പ് മാത്രമായിരിക്കില്ല, മറ്റെന്തോ ആണ്. ആഴത്തിലുള്ളതും സങ്കീർണവുമായ മറ്റെന്തോ ഒന്ന്. അന്ന് ബസ്സിലേക്ക് മടങ്ങിയപ്പോൾ എൻ്റെ മനസ്സ് ഭാരപ്പെട്ടിരുന്നു. ജനലിലൂടെ പുറത്തെ വയലുകളെ നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, ക്ലോഡിൽഡിൻ്റെ ഈ ഭാവം വെറും സങ്കടം മാത്രമാണോ, അതോ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒളിഞ്ഞിരിപ്പുണ്ടോ? കാരണം വെരിറ്റിയുടെ പേര് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ വേദനയേക്കാൾ കൂടുതൽ ഒരു ഉടമസ്ഥാവകാശമാണ് ഞാൻ കണ്ടത്. അവളെ തൻ്റെ മാത്രം ഭാഗമായി അവൾ കരുതിയിരിക്കുന്നു. രാത്രി ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ ഞാൻ എൻ്റെ ഡയറി തുറന്നെഴുതി. ക്ലോഡിൽഡ് നല്ല ബുദ്ധിയുള്ളവർ, പക്ഷെ ഉള്ളിൽ തകർന്നിരിക്കുന്നു. വെരിറ്റി അവളുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. മൈക്കിൾ ഒരുപക്ഷെ നിരപരാധി, പക്ഷെ അവൻ്റെ പേര് നശിക്കപ്പെട്ടു. പെട്ടെന്ന് റാഫേലിൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ തോന്നി. നീതി അപൂർണമാണ് മിസ് മാർപ്പിൾ. അത് പൂർത്തിയാക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ചന്ദ്രപ്രകാശം വയലുകളിൽ പടർന്നു കിടക്കുന്നു. കാറ്റിൽ റോസാപ്പൂവിൻ്റെ നേരിയ ഗന്ധമുണ്ടായിരുന്നു. ക്ലോഡിൽഡിൻ്റെ പൂന്തോട്ടത്തിലുണ്ടായിരുന്ന അതേ ഗന്ധം. ചിലപ്പോൾ സത്യത്തിൻ്റെ ഗന്ധവും ഇങ്ങനെയാണ്, സുന്ദരം പക്ഷേ മുള്ളുകളുള്ളത്. ഈ യാത്ര ഇനി കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ളതല്ല എന്നെനിക്കറിയാം. ഇതൊരു പഴയ കുറ്റകൃത്യത്തിൻ്റെ വഴിയാണ്. അതിൽ ഞാൻ തനിച്ചാണെങ്കിലും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉണർന്നപ്പോൾ അന്തരീക്ഷത്തിൽ ഈർപ്പവും തണുപ്പും ഉണ്ടായിരുന്നു. ഹോട്ടൽ മുറിയുടെ ജനലിൻ്റെ പുറത്ത് നേരിയ മൂടൽമഞ്ഞ് ഒഴുകി നടക്കുന്നു. മരച്ചില്ലകളിൽ നിന്നും മഞ്ഞുതുള്ളികൾ ഇറ്റു വീഴുന്നു. ദൂരെ നിന്നും പക്ഷികളുടെ കരച്ചിൽ കേൾക്കാം. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു വെപ്രാളമായിരുന്നു. പറയാത്ത എന്തോ ഒന്ന് ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നു എന്ന് തോന്നി. കഴിഞ്ഞ ദിവസം ക്ലോഡിൽഡിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെച്ചു. വെരിറ്റിയുടെ പേര്, അവളുടെ മരണം, ക്ലോഡിൽഡിൻ്റെ ആ തണുത്ത വേദന, ഇതെല്ലാം ചേർന്ന് ചില നിറങ്ങൾ അപൂർണമായൊരു ചിത്രം ഉണ്ടാക്കുകയായിരുന്നു. ക്ലോഡിൽഡ് പറഞ്ഞിരുന്നു ആ വ്യക്തി വെരിറ്റിക്ക് അനുയോജ്യമായിരുന്നില്ല എന്ന്. പക്ഷെ അവളുടെ കണ്ണുകളിൽ ഞാനൊരു വിചിത്ര ഭാവം കണ്ടു. ആരോടും വെറുപ്പല്ല, മറിച്ച് ആരെയോ നഷ്ടപ്പെട്ട സങ്കടത്തിൽ മുങ്ങിപ്പോയതുപോലെ. ഒരാളോടുള്ള ഇഷ്ടം വളരെ ആഴത്തിലുള്ളതാകുമ്പോൾ സ്നേഹവും അധികാരവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. ക്ലോഡിൽഡിൻ്റെ ഉള്ളിൽ അതേ പോരാട്ടമായിരുന്നു അന്ന് എനിക്ക് തോന്നിയത്. അന്ന് ബസ് ഞങ്ങളെ ചില ചരിത്രപ്രധാനമായ പൂന്തോട്ടങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയി. പ്രൊഫസർ വാൻസ്റ്റഡ് എൻ്റെ അടുത്ത് തന്നെയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഗൗരവമായിരുന്നു. അദ്ദേഹം പതുക്കെ പറഞ്ഞു, മിസ് മാർപ്പിൾ, ഈ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ തോന്നുന്നത്? അതെ, അദ്ദേഹം പറഞ്ഞു. റാഫേൽ പലപ്പോഴും എന്നോട് തൻ്റെ മകനെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. മൈക്കിൾ നിരപരാധിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും സത്യം കണ്ടെത്തുകയാണെങ്കിൽ അത് ജെയിൻ മാർപ്പിൾ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് മരണശേഷവും എന്നിൽ ഇത്രയും വിശ്വാസമർപ്പിച്ച ആ മനുഷ്യനോട് എനിക്ക് ഉള്ളിൽ വലിയ നന്ദി തോന്നി. ഞാൻ ചോദിച്ചു, വെരിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? വാൻസ്റ്റഡ് പറഞ്ഞു, കുറച്ചൊക്കെ അറിയാം. അവൾ ശാന്തയും വിനയമുള്ളവളും സത്യസന്ധയുമായിരുന്നു. അവൾ മൈക്കിളുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. പക്ഷേ വിവാഹത്തിന് കുറച്ചുനാൾ മുമ്പ് അവളെ കാണാതെയായി. പിന്നീട് അവളുടെ മൃതദേഹം കണ്ടെത്തി. എല്ലാവരും മൈക്കിളിനെ കുറ്റപ്പെടുത്തി. ക്ലോഡിൽഡ് വെരിറ്റിയുമായി വളരെ അടുപ്പത്തിലായിരുന്നു. ഒരുപക്ഷെ അവൾക്കൊരു അമ്മയുടെ സ്നേഹം തന്നെ നൽകിയിരുന്നു. ചിലർ പറയുന്നു അവൾ വെരിറ്റിയെ സ്വന്തം മകളേക്കാൾ ഉപരിയായി സ്നേഹിച്ചിരുന്നു എന്നാണ്. ഞാൻ പതുക്കെ പറഞ്ഞു, ചിലപ്പോൾ ആ സ്നേഹം ഉടമസ്ഥാവകാശമായി മാറും. വാൻസ്റ്റഡ് തലയാട്ടി. തീർച്ചയായും, സ്വന്തം അധികാരം നഷ്ടപ്പെടുമ്പോൾ കുറ്റകൃത്യങ്ങളും അവിടെ നിന്നും തുടങ്ങും. ബസ് ഒരു ചെറിയ നഗരത്തിൻ്റെ അടുത്ത് നിന്നു. എല്ലാവരും താഴെ ഇറങ്ങി. ഇവിടെ ഒരു പഴയ പള്ളിയുണ്ടായിരുന്നു. അതിനു പിന്നിൽ വലിയൊരു പൂന്തോട്ടവും.
പൂന്തോട്ടം സുന്ദരമായിരുന്നു. പക്ഷേ ആ സൗന്ദര്യം എന്തോ വലിയ വേദന ഒളിപ്പിക്കുന്നത് പോലെ തോന്നി. ആളുകൾ അവിടെയും ഇവിടെയും നടക്കാൻ തുടങ്ങി. ഞാൻ പതുക്കെ ഒരു നടപ്പാതയിലൂടെ നീങ്ങി. റോസാ ചെടികൾക്കിടയിലൂടെ ഒരു കൽബെഞ്ചിലിരുന്നു. വെരിറ്റിയും ഒരിക്കൽ ഇതുപോലെ എന്തെങ്കിലും പൂന്തോട്ടത്തിൽ ഭാവി സ്വപ്നം കണ്ട് ഇരുന്നിട്ടുണ്ടാകാമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോഴാണ് ക്ലോഡിൽഡ് എൻ്റെ അടുത്ത് വന്നത്. അവൾ പുഞ്ചിരിച്ചു. നിങ്ങളും പൂന്തോട്ടത്തിലെ ശാന്തി ആസ്വദിക്കുകയാണോ മിസ് മാർപ്പിൾ? ഞാൻ പറഞ്ഞു, അതെ, ശാന്തി സുന്ദരമാണ്, പക്ഷെ ചിലപ്പോൾ അത് പലതും ഒളിപ്പിക്കാറുമുണ്ട്. അവളൊന്ന് അമ്പരന്നു. പിന്നെ പറഞ്ഞു, നിങ്ങൾക്ക് നല്ല നിരീക്ഷണ പാഠവുമുണ്ട്. രണ്ടുപേരും കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, വെരിറ്റിയെക്കുറിച്ച് നിങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, അവൾ ഇവിടെയും വരുമായിരുന്നോ? ക്ലോഡിൽഡ് ഒരു ദീർഘനിശ്വാസമെടുത്തു. അതെ, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പലതവണ വന്നിട്ടുണ്ട്. അവൾക്ക് പൂക്കളെ വലിയ ഇഷ്ടമായിരുന്നു. ഓരോ പൂവും ഓരോ ആത്മാവാണെന്ന് അവൾ പറയുമായിരുന്നു. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ അവസാനമായി വന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പതുക്കെ ചോദിച്ചു. ക്ലോഡിൽഡ് എന്നെ ഒന്ന് നോക്കി. അതെ, അവൾ പറഞ്ഞു, നന്നായി ഓർമ്മയുണ്ട്. അന്ന് അവൾ എന്നോട് പറഞ്ഞു അവൾ മൈക്കിളിനെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന്. ഞാൻ അത് വിലക്കി. എന്തുകൊണ്ട്? കാരണം അവൾ തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. മൈക്കിൾ ഒരു മോശം മനുഷ്യനായിരുന്നു. എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ വെരിറ്റിയോട് പറഞ്ഞു, നീ പോവുകയാണെങ്കിൽ നീ എനിക്ക് മരിച്ചവളാകും. ഈ വാചകം പറയുമ്പോൾ അവൾ തല താഴ്ത്തി. ഈ ഒരു വാചകത്തിൽ എല്ലാ രഹസ്യവും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ അവൾ പോയോ? പിന്നീട് തിരിച്ചു വന്നില്ലേ? അവളുടെ മുഖം ശാന്തമായിരുന്നു, പക്ഷേ കണ്ണുകളിൽ എന്തോ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. കുറ്റബോധമോ അതോ നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ വേദനയോ? അവൾ പോയതിനു ശേഷം ഞാൻ അവിടെ തന്നെ കുറച്ചു നേരം കൂടിയിരുന്നു. കാറ്റിൽ റോസാപ്പൂവിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. പക്ഷെ ആ ഗന്ധം ഇപ്പോൾ എനിക്ക് മധുരമുള്ളതായി തോന്നിയില്ല, പകരം ഭാരമുള്ളതായി തോന്നി. അന്ന് വൈകുന്നേരം എല്ലാവരും അടങ്ങിയപ്പോൾ പ്രൊഫസർ വാൻസ്റ്റഡ് എൻ്റെ അടുത്തേക്ക് വന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, ഈ കേസ് പ്രണയത്തിൻ്റേതല്ല, അധികാരത്തിൻ്റേതാണ്. എനിക്ക് തോന്നുന്നു ആരോ വെരിറ്റിയെ നഷ്ടപ്പെടുത്തിയത് മാത്രമല്ല, അവളെ വിട്ടു നൽകാൻ ആഗ്രഹിച്ചിരുന്നില്ല. വാൻസ്റ്റഡ് ഒരു ദീർഘനിശ്വാസമെടുത്തു. ചിലപ്പോൾ ആളുകൾ തങ്ങളുടെ സ്നേഹത്തെ അമിതമായി മുറുക്കി പിടിക്കും, അത് ശ്വാസം മുട്ടിക്കുന്നതുവരെ. രാത്രി ഹോട്ടലിൽ ഞാൻ ജനലിൻ്റെ അരികിലിരുന്നു. താഴെ റോഡിൽ മൂടൽമഞ്ഞ് പടർന്നിരുന്നു. എൻ്റെ ഡയറിയിൽ ഇപ്പോൾ പേരുകൾക്കൊപ്പം വികാരങ്ങളും ചേർന്നിരിക്കുന്നു. ക്ലോഡിൽഡ്, അധികാരം, നിയന്ത്രണം, ഉള്ളിലെ കുറ്റബോധം. വെരിറ്റി, സ്വാതന്ത്ര്യത്തിനായുള്ള ആഗ്രഹം, പക്ഷെ ആരോ ബന്ധിച്ച ആത്മാവ്. മൈക്കിൾ, നിരപരാധി പക്ഷേ കുറ്റക്കാരനായി മുദ്ര കുത്തപ്പെട്ടവൻ. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, റാഫേൽ, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. സത്യം കണ്ടെത്താനാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത്. ആ സത്യം ഈ പൂക്കൾക്കിടയിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. സൗന്ദര്യത്തിന് താഴെ അന്ധകാരമുണ്ട്. രാത്രി വൈകുന്തോറും ക്ലോഡിൽഡിൻ്റെ മുഖം എൻ്റെ കൺമുന്നിൽ വന്നുകൊണ്ടേയിരുന്നു. അവളുടെ പുഞ്ചിരി, കണ്ണുകളിലെ ആ തണുപ്പ്, പിന്നെ ആ ഒരു വാചകം, നീ പോവുകയാണെങ്കിൽ നീ എനിക്ക് മരിച്ചവളാകും. ചിലപ്പോൾ ആളുകൾ പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യും. വാക്കുകൾക്ക് പിന്നിൽ ഉദ്ദേശങ്ങളും ഉണ്ടാവാം. അന്ന് വെരിറ്റിയുടെ മരണത്തിന് കാരണമായി എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ ഉറപ്പാണ്. അടുത്ത ദിവസം രാവിലെ ഞാൻ നേരത്തെ ഉണർന്നു. ഉറക്കം ശരിയായില്ലായിരുന്നു. രാത്രി മുഴുവനും ക്ലോഡിൽഡിൻ്റെ വാക്കുകൾ എൻ്റെ മനസ്സിൽ മുഴങ്ങുകയായിരുന്നു. കാറ്റിൽ തണുപ്പ് കൂടുന്നുണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ഉള്ളിലെ അസ്വസ്ഥത അതിനേക്കാൾ ആഴമുള്ളതായിരുന്നു. റാഫേൽ എന്നെ ഏൽപ്പിച്ച ആ കുറ്റകൃത്യത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ശേഖരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ എല്ലാവരും നേരത്തെ ഉണ്ടായിരുന്നു. മിസ് കുക്കും മിസ് ബാരോയും ഏതോ ചെടിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ക്ലോഡിൽഡ് ശാന്തമായി ചായ കുടിക്കുന്നു. അവളുടെ കണ്ണുകളിൽ ഉറക്കമില്ലാത്ത ഭാവമായിരുന്നു. അവളും രാത്രി മുഴുവനും എന്തോ ചിന്തിച്ചു കാണും. പ്രൊഫസർ വാൻസ്റ്റഡ് എനിക്കൊരു സൂചന നൽകി, പിന്നീട് സംസാരിക്കാമെന്ന്. ഞങ്ങൾ കുറച്ചു കഴിഞ്ഞ് പൂന്തോട്ടത്തിൽ നടക്കാനിറങ്ങി. അദ്ദേഹം പതുക്കെ പറഞ്ഞു, മിസ് മാർപ്പിൾ, റാഫേലിൻ്റെ പക്കലുണ്ടായിരുന്ന ഒരു പഴയ ഫയൽ ഞാൻ ഇന്നലെ രാത്രി കണ്ടു. അതിൽ വെരിറ്റി ഹണ്ടിൻ്റെ മരണത്തിൻ്റെ പൂർണ്ണ വിവരങ്ങളുണ്ട്. ഞാൻ താല്പര്യത്തോട് ചോദിച്ചു, എനിക്കത് കാണാൻ കഴിയുമോ? അദ്ദേഹം തലയാട്ടി. തീർച്ചയായും, പക്ഷെ ആദ്യം എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കേസ് കാണുന്ന പോലെ ലളിതമല്ല. ഞങ്ങൾ രണ്ടുപേരും ഹോട്ടൽ ലോണിലെ ഒരു ബെഞ്ചിലിരുന്നു. അദ്ദേഹം തൻ്റെ ബ്രീഫ് കേസിൽ നിന്നും ഒരു പഴയ ഫയൽ പുറത്തെടുത്തു. അതിൽ പത്രവാർത്തകളും പോലീസ് റിപ്പോർട്ടുകളും 2-3 ചിത്രങ്ങളും ഉണ്ടായിരുന്നു. ഒരു ചിത്രം വെരിറ്റിയുടേതായിരുന്നു. വളരെ നിഷ്കളങ്കമായ മുഖം, ശാന്തവും മനോഹരവുമായ രൂപം. ഞാൻ ആ ചിത്രം ശ്രദ്ധയോടെ നോക്കി. എൻ്റെ മനസ്സ് പറഞ്ഞു, നിന്നോട് വലിയ അനീതിയാണ് നടന്നത് മോളെ. വാൻസ്റ്റഡ് പറഞ്ഞു, വെരിറ്റി ഒരു അനാഥയായിരുന്നു. കുട്ടിക്കാലം മുതൽ ബ്രെഡ്ബറി സ്കോട്ട് കുടുംബത്തിലാണ് വളർന്നത്. ക്ലോഡിൽഡാണ് അവളെ വളർത്തിയത്. തൻ്റെ എല്ലാ സ്നേഹവും അവൾക്ക് നൽകി. പക്ഷേ വെരിറ്റി വലുതായപ്പോൾ
അവൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. ക്ലോഡിൽഡ് ഒരിക്കലും നൽകാൻ ആഗ്രഹിക്കാത്ത ആ സ്വാതന്ത്ര്യം. ഞാൻ പറഞ്ഞു. അപ്പോഴാണ് മൈക്കിൾ റാഫേൽ അവളുടെ ജീവിതത്തിലേക്ക് വന്നത്. അതെ, വാൻസ്റ്റഡ് പറഞ്ഞു. അവർ തമ്മിൽ പ്രണയത്തിലായി. വിവാഹ നിശ്ചയം കഴിഞ്ഞു. പക്ഷെ ക്ലോഡിൽഡ് ആ ബന്ധത്തെ എതിർത്തു. മൈക്കിൾ ഒരു കുറ്റവാളിയാണെന്നും അവൻ വെരിറ്റിയെ ദുഃഖത്തിലാഴ്ത്തുമെന്നും അവൾ പറഞ്ഞു. പക്ഷെ ആർക്കും വ്യക്തമായ തെളിവുകളില്ലായിരുന്നു. ഞാൻ പതുക്കെ ചോദിച്ചു, വെരിറ്റി എങ്ങനെയാണ് മരിച്ചത്? വാൻസ്റ്റഡ് മറുപടി നൽകി. അവളുടെ മൃതദേഹം ഒരു പഴയ കോറിയുടെ അടുത്ത് നിന്നാണ് കണ്ടെത്തിയത്. തലയിൽ പരിക്കും ശ്വാസം മുട്ടിച്ചതിൻ്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു. മൈക്കിൾ ദേഷ്യത്തിൽ കൊലപ്പെടുത്തി രക്ഷപ്പെട്ടുവെന്നാണ് പോലീസ് കരുതിയത്. അവനെ അറസ്റ്റ് ചെയ്തു. തെളിവുകൾ ദുർബലമായിരുന്നിട്ടും ജനങ്ങളുടെ സമ്മർദ്ദം കാരണം കോടതി അവനെ കുറ്റവാളിയായി വിധിച്ചു. റാഫേൽ തൻ്റെ എല്ലാ പണവും ചെലവാക്കിയെങ്കിലും മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ കണ്ണുകളടച്ചു. വെരിറ്റിയുടെ നിലവിളി ഇപ്പോഴും കാറ്റിൽ മുഴങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ആരും അവളോട് ദേഷ്യം തീർത്തതല്ല, മറിച്ച് ആരും അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ ചോദിച്ചു, ആരെങ്കിലും ക്ലോഡിൽഡിനെ സംശയിച്ചിരുന്നോ? വാൻസ്റ്റഡ് ഒന്ന് അമ്പരന്നു. ക്ലോഡിൽഡിനെയോ? ഇല്ല, ഒരിക്കലുമില്ല. അവൾ മാന്യമായൊരു സ്ത്രീയായിരുന്നു. അവൾ വെരിറ്റിയെ ഒരു അമ്മയെപ്പോലെ സ്നേഹിക്കുന്നു എന്നാണ് എല്ലാവരും കരുതിയത്. ഞാനൊന്ന് പുഞ്ചിരിച്ചു. ചിലപ്പോൾ അതേ അമ്മയുടെ സ്നേഹം തന്നെയാകും ഏറ്റവും അപകടകരം. വാൻസ്റ്റഡ് കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മിസ് മാർപ്പിൾ? ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് വെരിറ്റി താൻ മൈക്കിളിനെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ക്ലോഡിൽഡ് അവളെ പോകാൻ അനുവദിച്ചില്ല എന്നാണ്. അവൾ അവളെ തടയാൻ ശ്രമിച്ചു. ആ ശ്രമം കുറച്ചു കൂടിപ്പോയി. വാൻസ്റ്റഡ് ഒരു ദീർഘനിശ്വാസമെടുത്തു. അങ്ങനെയാണെങ്കിൽ മൈക്കിൾ നിരപരാധിയാണ്. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴും ഉറപ്പില്ല. സത്യം പതുക്കെ മാത്രമേ വെളിപ്പെടൂ. ഞങ്ങളുടെ സംസാരം അവിടെ അവസാനിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിൽ ചിന്തകളുടെ ഒരു വല നെയ്തുകൊണ്ടേയിരുന്നു. രാത്രി മുറിയിൽ എത്തിയപ്പോൾ ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി, വെരിറ്റി ഹണ്ട് പാവമാത്മാവ്, ക്ലോഡിൽഡ് നിയന്ത്രണമുള്ള മനസ്സ്, മൈക്കിൾ വഴിതെറ്റിയവൻ, പക്ഷേ നിരപരാധിയാണെന്ന് തോന്നുന്നു, റാഫേൽ സത്യം ആഗ്രഹിച്ച അച്ഛൻ. അടുത്ത ദിവസം ഞങ്ങൾ മറ്റൊരു പൂന്തോട്ടം കാണാൻ പോയി. അവിടെയുള്ള റോസാപ്പൂക്കൾ വളരെ പ്രസിദ്ധമായിരുന്നു. ഇത്രയും സുന്ദരമായ സ്ഥലങ്ങളിൽ എത്ര സങ്കടപ്പെടുത്തുന്ന കഥകളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. നടക്കുമ്പോൾ ഞാൻ അല്പം പുറകിലേക്ക് പോയി. ക്ലോഡിൽഡ് മുന്നിൽ തൻ്റെ സഹോദരിമാരോടൊപ്പം നടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു റോസാ ചെടിക്കിടയിൽ എന്തോ ഒന്ന് കിടക്കുന്നത് ഞാൻ കണ്ടു. അടുത്തുപോയി നോക്കിയപ്പോൾ ഒരു ചെറിയ വെള്ളി ലോക്കറ്റായിരുന്നു. അതിൽ വി എന്ന് എഴുതിയിരുന്നു. ഞാൻ അതെടുത്ത് ശ്രദ്ധയോടെ നോക്കി. പഴയതാണ്, പക്ഷേ ആരോ സൂക്ഷിച്ചു വെച്ച ഒന്നാണെന്ന് കണ്ടാലറിയാം. ഇത് വെരിറ്റിയുടേതാകുമോ? എൻ്റെ മനസ്സ് പറഞ്ഞു അതേ എന്ന്. വൈകുന്നേരം എല്ലാവരും മടങ്ങിയപ്പോൾ ഞാൻ ലോക്കറ്റ് പതുക്കി ക്ലോഡിൽഡിനെ കാണിച്ചു. അത് കണ്ടപ്പോൾ അവളൊന്ന് വിറച്ചു. ഇത് നിനക്ക് എവിടെ നിന്നും കിട്ടി? അവൾ പരിഭ്രമത്തോട് ചോദിച്ചു. പൂന്തോട്ടത്തിൽ നിന്ന്, ഞാൻ ശാന്തമായി പറഞ്ഞു. അവൾ ആ ലോക്കറ്റ് തൻ്റെ കയ്യിലെടുത്തു. അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് വെരിറ്റിയുടേതായിരുന്നു, അവൾ പതുക്കെ പറഞ്ഞു. ഇത് എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്നാണ് ഞാൻ കരുതിയത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ആ ലോക്കറ്റ് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു നിമിഷം എൻ്റെ കണ്ണിലേക്ക് നോക്കാതെ മാറി നിന്നു. അവൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പക്ഷെ അവൾ സ്വയം തടഞ്ഞു. ആ നിമിഷം എനിക്ക് ഉറപ്പായി, ഈ കേസ് വെറുമൊരു കൊലപാതകമല്ല, മറിച്ച് ആഴത്തിലുള്ള വൈകാരികമായ ഒരു ഭ്രാന്താണ്. ആരെയും കുറ്റകൃത്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു ഭ്രാന്ത്. രാത്രി ഞാൻ കുറേ നേരം ഉണർന്നിരുന്നു. ക്ലോക്കിൻ്റെ ടിക് ടിക് ശബ്ദം സമയം സത്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, റാഫേൽ, പതുക്കെ നീതിയുടെ സമയം അടുത്തിരിക്കുന്നു. ഞങ്ങളുടെ യാത്രയുടെ അടുത്ത ലക്ഷ്യം ബ്രഡ്ബറി സ്കോട്ട് ഹാളായിരുന്നു. ക്ലോഡിൽഡും അവളുടെ 2 സഹോദരിമാരും താമസിക്കുന്ന ആ വലിയ വീട്. ബസ് അങ്ങോട്ടേക്ക് തിരിഞ്ഞപ്പോൾ നമ്മൾ ചിത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ചുറ്റും പച്ചപ്പും വലിയ മരങ്ങളും ദൂരെ കല്ലുകൊണ്ട് നിർമ്മിച്ച ആ വലിയ വീടും എല്ലാം ഗംഭീരമായിരുന്നു. ഒപ്പം ഒരു വിചിത്രമായ സങ്കടവും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളെത്തിയപ്പോൾ ക്ലോഡിൽഡ് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിച്ചു. പക്ഷെ ആ പുഞ്ചിരിയിൽ ഒരു നിയന്ത്രണമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, ഞങ്ങളുടെ പഴയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കിവിടെ സമാധാനം ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അവളെ ശ്രദ്ധിച്ചു. അവളുടെ നടത്തത്തിൽ ഒരു ഗൗരവമുണ്ടായിരുന്നു. പക്ഷെ കണ്ണുകളിൽ നേരിയ വെപ്രാളം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഈ വീട് കാണുന്ന പോലെ ശാന്തമല്ല എന്ന് ഞാൻ ചിന്തിച്ചു. ഉള്ളിലെ കാഴ്ചകൾ മനോഹരമായിരുന്നു. പഴയ ഫർണിച്ചറുകൾ, പൂർവികരുടെ ചിത്രങ്ങൾ, തടി ഉരുപ്പടികളുടെ ഗന്ധം. പക്ഷെ ആ ഭംഗിക്കുള്ളിൽ ഒരു തണുപ്പുമുണ്ടായിരുന്നു. എൻ്റെ മുറി മുകളിലത്തെ നിലയിലായിരുന്നു.
അവിടെ നിന്നും പൂന്തോട്ടവും കാടും ദൂരെ വരെ കാണാമായിരുന്നു. ജനലിന് താഴെ ഒരു ചെറിയ നടപ്പാത ഉണ്ടായിരുന്നു. വെരിറ്റിയും ഒരിക്കൽ ആ വഴി നടന്നിട്ടുണ്ടാകാം എന്നെനിക്ക് തോന്നി. രാത്രി ഭക്ഷണ സമയത്ത് മേശപ്പുറത്തൊരു വിചിത്രമായ നിശബ്ദതയായിരുന്നു. 3 സഹോദരിമാരും വളരെ മാന്യരായിരുന്നു. പക്ഷെ സംസാരത്തിലെന്തോ അപൂർണതയുണ്ടായിരുന്നു. ഞാൻ പതുക്കെ ചോദിച്ചു, ഈ വീട് എത്ര കാലമായി നിങ്ങളുടെ കുടുംബത്തിലുണ്ട്? ലെവിനിയ പറഞ്ഞു, നൂറ്റാണ്ടുകളായി. ഇത് ഞങ്ങളുടെ പൈതൃക സ്വത്താണ്. ആന്തിയ പറഞ്ഞു, പക്ഷെ ഇപ്പോൾ ഇത് നോക്കി നടത്താൻ പ്രയാസമാണ്. പല ഭാഗങ്ങളും പഴയതായി കഴിഞ്ഞു. ക്ലോഡിൽഡ് പെട്ടെന്ന് പറഞ്ഞു, ഓർമ്മകൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു വീടും പഴയതാകില്ല. അവളുടെ ശബ്ദത്തിൽ ഒരു കടുപ്പമുണ്ടായിരുന്നു. അന്ന് രാത്രി മുറിയിലേക്ക് മടങ്ങിയപ്പോൾ ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കാറ്റിലൊരു വിചിത്രമായ നിശബ്ദതയായിരുന്നു. താഴെ എവിടെയോ ഒരു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ഞാൻ പതുക്കെ മുറിക്ക് പുറത്തിറങ്ങി. താഴെ ഹാളിൽ ഇരുട്ടായിരുന്നു. ഞാനൊരു മെഴുകുതിരിയുമായി താഴേക്കിറങ്ങി. ഒരു തിരിവിൽ വെച്ച് ഞാൻ കണ്ടു ക്ലോഡിൽഡ് ജനലിന്റെ അരികിൽ നിൽക്കുന്നു. അവൾ പതുക്കെ ആ ലോക്കറ്റ് നോക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഒരുപാട് ഭാവങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. സ്നേഹം, വേദന, കുറ്റബോധം. അവൾ പതുക്കെ പറഞ്ഞു, വെരിറ്റി, നീ എന്തിനാ എന്നെ വിട്ടുപോയത്? അവളുടെ ശബ്ദം വളരെ താഴ്ന്നതായിരുന്നു. ഞാൻ പതുക്കെ പിന്മാറി മുകളിലേക്ക് പോയി. എൻ്റെ ഹൃദയമെടുപ്പ് വേഗത്തിലായിരുന്നു. ഈ സ്ത്രീ ഏതോ ആഴത്തിലുള്ള കുറ്റകൃത്യത്തിലോ പശ്ചാത്താപത്തിലോ ആണ് ജീവിക്കുന്നതെന്ന് എനിക്കുറപ്പായി. പക്ഷെ ആ കുറ്റം എന്തായിരുന്നു? അതറിയാൻ ഇനിയും സമയമെടുക്കും. അടുത്ത ദിവസം രാവിലെ ഞാൻ അവളോടൊന്നും പറഞ്ഞില്ല. പക്ഷെ അവൾ എന്നെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തൊക്കെയോ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാകാം. ഞാൻ വീടിൻ്റെ ചുറ്റും നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു ജോലിക്കാരിയെ കണ്ടു, എലിസ. അവൾ പറഞ്ഞു, മേഡം, ഇവിടെ കാര്യങ്ങൾ ശരിയല്ല. മിസ് വെരിറ്റി പോയതിനു ശേഷം ഈ വീട് മാറിപ്പോയി. മിസ് ക്ലോഡിൽഡ് ചിലപ്പോൾ സ്വയം സംസാരിക്കാറുണ്ട്. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് വിറച്ചു. ഞാൻ ചോദിച്ചു, ആരെങ്കിലും പോലീസിനോട് സംസാരിച്ചിരുന്നോ? അവൾ പറഞ്ഞു, ഇല്ല മേഡം, ആരും ഒന്നും പറയില്ല. എല്ലാവർക്കും പേടിയാണ്. അവൾ വേഗം അവിടെ നിന്നും പോയി. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. വെരിറ്റി ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്നു. അവൾ ചിരിക്കുകയായിരുന്നു. പക്ഷെ കണ്ണുകളിൽ കണ്ണീരുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, എന്നെ സ്വതന്ത്രയാക്കൂ. രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നി, ഇതൊരു കൊലപാതകം മാത്രമല്ല, ഒരു ആത്മാവിൻ്റെ മോചനം കൂടിയാണ്. സത്യം എന്തു തന്നെയായാലും അത് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ തീരുമാനിച്ചു. ക്ലോഡിൽഡ് എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, നിങ്ങൾക്കിവിടെ എങ്ങനെയുണ്ട് മിസ് മാർപ്പിൾ? ഞാൻ പറഞ്ഞു, ഈ വീട് മനോഹരമാണ്. പക്ഷെ ഉള്ളിലെന്തോ പഴയ ശബ്ദങ്ങൾ എപ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. അവളൊന്ന് അമ്പരന്നു. നിങ്ങൾ വളരെ ബുദ്ധിമതിയാണ്, അവൾ പറഞ്ഞു. പക്ഷെ എല്ലാ ശബ്ദങ്ങളും കേൾക്കണമെന്നില്ല. അവൾ എനിക്കൊരു താക്കീത് നൽകുകയായിരുന്നു. പക്ഷേ ഞാൻ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ആ രാത്രി ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി, ഈ വീട് ഉള്ളിൽ ഏതോ ഒരു കഥ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മതിലുകൾ നിശബ്ദമാണ്, പക്ഷെ ഓർമ്മകൾ ജീവിച്ചിരിക്കുന്നു. ആ രാത്രി എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയാം. ഇനി തെളിവുകൾ മാത്രം മതി. ചിലപ്പോൾ സത്യം നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാകും. അത് കേൾക്കാനുള്ള ക്ഷമ മാത്രം മതി. ബ്രെഡ്ബറി സ്കോട്ട് ഹാളിലെ ദിവസങ്ങൾ എനിക്ക് അങ്ങനെയായിരുന്നു. ക്ലോഡിൽഡ് എപ്പോഴും ശാന്തമായിരുന്നു. പക്ഷെ അവളുടെ നോട്ടം എവിടെയെങ്കിലും തങ്ങി നിൽക്കുമ്പോൾ അവളേതോ ഓർമ്മയിലാണെന്ന് തോന്നി. അന്ന് ഉച്ചയ്ക്ക് അവൾ എന്നെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു. അവൾ പറഞ്ഞു, നിങ്ങൾ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പഴയ ആളുകൾ ഇപ്പോൾ കുറവാണ്. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ കേൾക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അവളൊന്ന് പുഞ്ചിരിച്ചു. അതിലൊരു സങ്കടമുണ്ടായിരുന്നു. മുറിയിൽ വെരിറ്റിയുടെ ചില പഴയ സാധനങ്ങളുണ്ടായിരുന്നു. ഒരു റിബൺ, ഒരു ചെറിയ പുസ്തകം. അവൾ വളരെ നല്ല കുട്ടിയായിരുന്നു അല്ലേ? ഞാൻ ചോദിച്ചു. ക്ലോഡിൽഡ് പറഞ്ഞു, അതെ, അവൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യമായിരുന്നു. ഞാൻ അവളെ അത്രയധികം സ്നേഹിച്ചു. പക്ഷെ അവൾ പോകാൻ തീരുമാനിച്ചു. അവളുടെ ശബ്ദമിടറി. മൈക്കിൾ റാഫേലിനെ വിവാഹം കഴിക്കുമെന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്കെൻ്റെ ഹൃദയം ആരോ പറിച്ചെടുക്കുന്നത് പോലെ തോന്നി. അവളെ വിട്ടു നൽകാൻ എനിക്ക് കഴിയില്ലായിരുന്നു മിസ് മാർപ്പിൾ. അവൾ പോയിരുന്നെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. മുറിയിൽ അല്പനേരം നിശബ്ദതയായിരുന്നു. ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടി വരും. അവൾ പറഞ്ഞു, നിങ്ങൾക്കത് പറയാൻ എളുപ്പമാണ്. ഞാൻ അവൾക്ക് സ്വാതന്ത്ര്യം നൽകി. പക്ഷേ അവൾ എന്നേക്കുമായി പോയി. അവളുടെ മുഖം പെട്ടെന്ന് കടുത്തു. ചിലർ പറയുന്നു അവൾ ആത്മഹത്യ ചെയ്തെന്ന്, ചിലർ പറയുന്നു മൈക്കിൾ കൊന്നെന്ന്. പക്ഷെ എനിക്കറിയാം അവൾ സ്വയം ഒന്നും ചെയ്യില്ല എന്ന്. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നി ഈ സ്ത്രീ സ്നേഹവും അധികാരവും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത ഏതൊരു അവസ്ഥയിലാണെന്ന്. അവൾ ചോദിച്ചു, മിസ് മാർപ്പിൾ, ആരെങ്കിലും സ്നേഹം കാരണം വലിയൊരു കുറ്റം ചെയ്യും? ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, അതെ, അവർ സ്നേഹത്തിൽ അന്ധരാവുകയാണെങ്കിൽ. അവൾ വെരിറ്റിയുടെ മുറി എന്നെ കാണിച്ചു. എല്ലാം അവൾ വെച്ചിരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു. ക്ലോഡിൽഡ് പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് തോന്നും അവൾ ഇപ്പോഴും ഇവിടെയുണ്ടെന്ന്. രാത്രിയിൽ അവളുടെ നിഴൽ ഞാൻ കാണാറുണ്ട്. അവൾ എന്നോട് പറയും, എന്നെ പോകാൻ അനുവദിക്കൂ എന്ന്.
പക്ഷെ എനിക്കതിന് കഴിയുന്നില്ല. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഈ സ്ത്രീയുടെ ജീവിതം തന്നെ അവൾക്കുള്ള ശിക്ഷയാണെന്ന് എനിക്ക് തോന്നി. അന്ന് രാത്രി ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി, ക്ലോഡിൽഡ് വെരിറ്റിയെ സ്നേഹിച്ചു. പക്ഷെ അത് സ്നേഹമായിരുന്നില്ല, അതൊരു തടവറയായിരുന്നു. അവൾ അവളെ പോകാൻ അനുവദിച്ചില്ല. ലെവനിയ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് പേടിയാകുന്നു. ഈ വീട് എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ക്ലോഡിൽഡ് മാറിപ്പോയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, സത്യം അധികകാലം ഒളിച്ചിരിക്കില്ല. അന്ന് രാത്രി ജനലിലൂടെ നോക്കിയപ്പോൾ വായുവിൽ വെരിറ്റിയുടെ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നി. എന്നെ പോകാൻ അനുവദിക്കും. ഞാൻ മനസ്സിൽ പറഞ്ഞു, അതേ വെരിറ്റി, നിനക്ക് നീതി ലഭിക്കും. അടുത്ത ദിവസം ഞാൻ സത്യം കണ്ടെത്താൻ തീരുമാനിച്ചു. പ്രൊഫസർ വാൻസ്റ്റഡ് എനിക്ക് റാഫേലിൻ്റെ പഴയൊരു ഫയൽ കാണിച്ചു തന്നു. വെരിറ്റിയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിലുണ്ടായിരുന്നു. അവളുടെ മൃതദേഹം ഒരു പഴയ കോറിയുടെ അടുത്ത് നിന്നാണ് കണ്ടെത്തിയത്. മൈക്കിൾ റാഫേലാണ് അത് ചെയ്തതെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഞാൻ വാൻസ്റ്റഡിനോട് ചോദിച്ചു, ക്ലോഡിൽഡിനെ ആരെങ്കിലും സംശയിച്ചിരുന്നോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല, അവൾ മാന്യമായൊരു സ്ത്രീയായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മയുടെ സ്നേഹമായിരിക്കും ഏറ്റവും അപകടം പിടിച്ചത്. വെരിറ്റി മൈക്കിളിനൊപ്പം പോകാൻ തുടങ്ങിയപ്പോൾ ക്ലോഡിൽഡ് അവളെ തടഞ്ഞു. ആ തടയൽ അല്പം കൂടിപ്പോയി. ഞാൻ ഗ്രാമത്തിലെ മിസ് ബെൽഡ്രമിനെ പോയി കണ്ടു. അവൾ പറഞ്ഞു, വെരിറ്റി എന്നോട് പറഞ്ഞിരുന്നു അവൾക്ക് ക്ലോഡിൽഡിനെ പേടിയാണെന്ന്. ക്ലോഡിൽഡ് അവളെ വിടാൻ തയ്യാറായിരുന്നില്ല. അന്ന് വൈകുന്നേരം പൂന്തോട്ടത്തിൽ വെച്ച് ക്ലോഡിൽഡ് എന്നോട് ചോദിച്ചു, സത്യം നമുക്ക് സ്വാതന്ത്ര്യം തരുമോ? ഞാൻ പറഞ്ഞു, അതെ, ചിലപ്പോൾ സത്യം നമ്മളെ തകർക്കും, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകും. എല്ലാം ഇപ്പോൾ വ്യക്തമാണ്. വെരിറ്റിയുടെ മരണം ഒരു അപകടമായിരുന്നില്ല, അതൊരു അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. ആ രാത്രി ഞാൻ ഉറങ്ങിയില്ല. മിസ്റ്റർ റാഫേൽ, നിങ്ങളുടെ നീതിയുടെ സമയം അടുത്തിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഞാൻ വീട് പരിശോധിക്കാൻ തുടങ്ങി. മുകളിലത്തെ നിലയിൽ ഒരു അടച്ചിട്ട മുറിയുണ്ടായിരുന്നു. ഞാൻ അത് തുറന്നു. ഉള്ളിൽ പഴയ സാധനങ്ങളും വെരിറ്റിയുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ഒരു പഴയ അലമാരയിൽ വെരിറ്റിയുടെ ചില കത്തുകൾ എനിക്ക് കിട്ടി. അവൾ മൈക്കിളിനോട് പറയുകയായിരുന്നു, ക്ലോഡിൽഡ് എന്നെ പോകാൻ അനുവദിക്കില്ല, എനിക്ക് പേടിയാകുന്നു. പെട്ടെന്ന് തറയിലൊരു മരപ്പലക ഇളകിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഞാനത് മാറ്റി നോക്കി. താഴെ ഒരു ചെറിയ കുഴിയുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരു നീല റിബണും കുറച്ച് അസ്ഥികളും ഞാൻ കണ്ടു. എൻ്റെ ഹൃദയം നിലച്ചുപോയി. ഈ വീടെന്നിൻ്റെ ഏറ്റവും വലിയ രഹസ്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. വെരിറ്റിയെ ആരോ അവിടെ കുഴിച്ചിട്ടിരിക്കുന്നു. ക്ലോഡിൽഡ് പുറകിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ഭാവങ്ങളൊന്നുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അവളെ സ്നേഹിച്ചു, പക്ഷെ അവളെ പോകാൻ അനുവദിച്ചില്ല. ആ രാത്രി നിങ്ങൾ അവളെ തടഞ്ഞുവല്ലേ? അവൾ തലയാട്ടി. അവൾ പോവുകയായിരുന്നു. ഞാൻ പറഞ്ഞു, പോകരുതെന്ന്. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു, വളരെ ശക്തമായി. അവൾ ശ്വാസം മുട്ടി മരിച്ചു. എനിക്ക് അവളെ വിട്ടു നൽകാൻ കഴിയില്ലായിരുന്നു. അന്ന് രാത്രി ക്ലോഡിൽഡ് തൻ്റെ മുറിയിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ അവളെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവൾ സ്വയം തൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരിക്കുന്നു. വെരിറ്റിയുടെ ആത്മാവിനിപ്പോൾ ശാന്തി ലഭിച്ചിരിക്കുന്നു. റാഫേലിൻ്റെ കത്തെനിക്ക് കിട്ടി. മിസ് മാർപ്പിൾ, നിങ്ങൾ സത്യം കണ്ടെത്തി. ഇപ്പോൾ എൻ്റെ ആത്മാവിന് ശാന്തി ലഭിക്കും. ഇംഗ്ലണ്ടിൻ്റെ ആ പഴയ വീട് ഇപ്പോൾ ശാന്തമാണ്. സത്യം വെളിപ്പെടുമ്പോൾ എല്ലാം സ്വതന്ത്രമാകുന്നു. സ്നേഹം അധികാരമാവുമ്പോൾ അത് നാശത്തിലേക്ക് നയിക്കും. പക്ഷേ സത്യം അതിനെ മോചിപ്പിക്കും. ശരിക്കും സംഭവിച്ചത്, വെരിറ്റി ഒളിച്ചോടാൻ തീരുമാനിച്ച രാത്രി ക്ലോഡിൽഡ് അവളെ തടഞ്ഞു. വെരിറ്റി വഴങ്ങാതെ വന്നപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട ക്ലോഡിൽഡ് അവളെ ശ്വാസം മുട്ടിച്ചു കൊന്നു. എന്നിട്ട് മൃതദേഹം പൂന്തോട്ടത്തിലൊരു പഴയ കുഴിയിൽ ഒളിപ്പിച്ചു. മൈക്കിളിനെ കൊടുക്കാൻ വേണ്ടി മറ്റേതൊരു പെൺകുട്ടിയുടെ മൃതദേഹം ദൂരെയുള്ള കാട്ടിൽ ഉപേക്ഷിക്കുകയും അത് വെരിറ്റിയുടേതാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ജേസൺ റാഫേൽ ആഗ്രഹിച്ചതുപോലെ മിസ് മാർപ്പിൾ, മൈക്കിൾ റാഫേൽ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു. അവൻ ജയിൽ മോചിതനായി. തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ സംതൃപ്തിയോടെ മിസ് മാർപ്പിൾ തൻ്റെ കൊച്ചു വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഈ കഥ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? എന്തായാലും ഇനിയും പുതിയ കഥയുമായി 2 ദിവസത്തിനുള്ളിൽ വരാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നോ. ലവ് യു ഓൾ. ബൈ.